ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച ഒരു സാധനം നമുക്ക് കിട്ടുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാവും. പക്ഷെ അതിലേറെ സന്തോഷം ഉണ്ടാവും ആ ഒരു ആഗ്രഹം യാഥാർത്ഥ്യമാക്കി കൊടുക്കുന്ന ഒരാൾക്ക്. ഇന്ന് ഈ രാത്രിയിൽ അങ്ങനൊരു സന്തോഷം അനുഭവിക്കാൻ പോവുകയാണ് ഞാനും എൻ്റെ റൂമിലെ ഫ്രണ്ട്സ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പം ഞങ്ങൾ 3 പേരും കൂടെ ഞങ്ങളൊരു റൂംമേറ്റ് ഉണ്ട്. അതായത് ഞാനിപ്പോൾ ദുബായിൽ നിൽക്കുന്ന റൂമിലെ റൂംമേറ്റ് ആണ്. ആളുടെ കല്യാണമാണ്. അപ്പോൾ ആൾ പോകുന്നതിന് ഞങ്ങൾ റൂംമേറ്റ് കൊടുക്കുന്നൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുകയാണ്. ഇപ്പം സമയം എത്രയാടാ? 12:30. ഇപ്പോൾ രാത്രി 12:30 സമയം. അതാണ് എല്ലാവരും ഇതേക്ക് വളർത്തിരിക്കുന്നത്. എന്നാലും അവൻ ആ ഗിഫ്റ്റ് കൊടുക്കുന്ന സീന് നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഇത് സാലി, ഇത് നൗഫൻ. ഒരു ഹായ് പറയാം. നമ്മളൊന്ന് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ. കാര്യം വേറൊന്നുമല്ല, ആളൊരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടാൻ വേണ്ടി കുറേ നടന്ന കാര്യമാണ്, കുറേ ട്രൈ ചെയ്ത കാര്യമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആളുടെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെ ഉണ്ടാവും, ആളെങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് കാണാനും കൂടെ വേണ്ടിയിട്ട് ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വില്ല കേട്ടോ. ഇവിടുന്ന് ഇതാ ഈ നൗഫൽ ബായിനെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാണ് അങ്ങോട്ട്. ഇനി നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ വില്ല. നമ്മള് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്ന വ്യക്തി കിടന്ന് ഉറങ്ങുകയാണ്. ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ടാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഒരു സർപ്രൈസ് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ആൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ആളെ ഇപ്പോൾ റൂമിലത്തെ എല്ലാവരും ഒരുമിച്ച് പുറത്ത് വരും. എന്നിട്ട് നമ്മൾ അവനെ വിളിച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കും. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സംഭവം അവൻ കുറേ ആഗ്രഹിച്ചാണ്. പിന്നെ മേടിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ പറയും, ഇപ്പോൾ വീടിൻ്റെ പണിയെടുക്കില്ല, നീ ഇത്രയും കാശ് ചിലവാക്കണോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവനെ തളർത്തും. വീണ്ടും മേടിക്കാതിരിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ നിർത്തിക്കുകയായിരുന്നു. അവസാനം അവൻ മേടിച്ചില്ല. ഞങ്ങളെ തളർത്തൽ കൊണ്ട് അവൻ മേടിച്ചില്ല. പുതിയൊരാളെ പരിചയപ്പെടുത്തുകയാണ് ഷെബി. ഷെബി ഒരു ഹായ്. ഇരുട്ടാണ്. ഞാൻ ഉള്ളിൽ പോകുമ്പോൾ എല്ലാവരും വിളിച്ചത് കാണാം കേട്ടോ. പിന്നെ നമ്മുടെ രസ്നാഫ് വരുന്നുണ്ട്. രസ്നാഫ് ഒരു ഹായ്. ഇവനാണ് സാധനം മേടിച്ചോണ്ട് വന്നത്. റൂമിലുള്ള മറ്റൊരാളും കൂടെ പരിചയപ്പെടുത്തുകയാണ് ഫാസിൽ. മിസ്റ്റർ ഫാസിൽ. IELTS ഒക്കെ എഴുതി കാനഡയിൽ പോയി നിൽക്കുകയാണ്. ഇതാണ് നമ്മൾ കൊടുക്കാൻ പോണ ഗിഫ്റ്റ് കേട്ടോ. ആപ്പിളിന്റെ വാച്ചാണ്. ഇത് ലേറ്റസ്റ്റ് മോഡൽ അല്ലേ? 6 ആണ്. 6 അല്ലേ? ആപ്പിൾ വാച്ച് SC ആണ് കേട്ടോ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ്. ആള് കൊറേ ആഗ്രഹിച്ച സാധനമാണ്, കൊറേ നോക്കി നടന്നതാണ്. പിന്നെ കൊറേ എക്സ്പെൻസ് ഒക്കെ അവന് വരുന്ന വീട് പണിയും മാരേജ് ഒക്കെ ആയതുകൊണ്ട് വിട്ട് കളഞ്ഞ കാര്യമാണ്. അതാണ് ഇപ്പൊ നമ്മളിവിടെ ആക്കി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. എവിടെ കേട്ടോ ഒരാളെ കയ്യിലത്തുണ്ട്. ഞാനും കാണിച്ചു തരാം. റിച്ചാണ് അല്ല. പോവാ. തൊട്ടടുത്ത ദിവസം ഡ്യൂട്ടിയുള്ള ഇവനെ എഴുന്നേൽപ്പിക്കാൻ ഞങ്ങൾ കുറേ പാടുപെട്ടു. കല്യാണത്തിന് പോലെ അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ തരണ്ടല്ലോ. ചെക്കനക്ക് ഞങ്ങളെ ഗിഫ്റ്റ് ഞാനും അപ്പൊ സംഭവം അൺബോക്സ് ചെയ്യാൻ പോവാണ്. അൺബോക്സ് ചെയ്തോ?
ഇതാണ് നമ്മുടെ വാച്ച്. ഒന്നിനും മെഷീൻ ഒന്നിനും സ്ട്രാപ്പ് ആയിരിക്കും. ഇതൊരു മെഷീനല്ലേ? ഓക്കെ. ഇതാണ് ആ സാധനം. സാധനം എനിക്കിപ്പോ മനസ്സിലായി. എന്റെ സാധനല്ലേ തുണിയാണ്. എനിക്കിപ്പോ മനസ്സിലായി ഏതാ സാധനം. കുട്ടിക്ക് ആട്ട് വലിക്കേ. ആ പറ്റോ? ഞാനിപ്പോ നേരെ പോയത്. ഞാൻ കാണിക്കാം. ഇതില് മെയിൻ സർപ്രൈസ് ഇവൻ തന്നെ ഈ വാച്ച് വാങ്ങിക്കണം. പക്ഷെ ഇവനെ അതെ അതെ അതെ. എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതിന്റെ അഭിനയം മികവായിരുന്നു. അയ്യോ. അപ്പൊ ഈ വാച്ച് കെട്ടിക്കെടുക്കുന്നതോടുകൂടി നമ്മൾ ഈ വ്ളോഗ് കൂടെ അവസാനിക്കുകയാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എന്തൊക്കെയുണ്ട്? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അൺലൈക്ക് ബട്ടൺ അടിച്ചു പൊളിക്കുക. ഓക്കെ, ഹാപ്പി അല്ലോ കേട്ടോ. ഇത് തമ്മിലിട്ടു 200%. അപ്പൊ ഗുഡ് ബൈ.